എങ്ങനെയാണെങ്കിലും ഒരു 2-3 മാസം കൂടുമ്പോ ആനിക്ക് ഇവിടെ വന്ന് 10 ദിവസം നിന്നെങ്കിലേ ഒരു സമാധാനം വരും. സണി, നീ വെറുതെ ഇരിക്കും, എന്നിട്ട് ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ ആനി, ഇവളും ഞാനും കൂടി ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം കശവിഷയം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഞാൻ ചെറിയ ചില തട്ടുമുട്ടൊക്കെ കൊടുക്കും. നീ എന്താ ശീലം വല്ലപ്പോഴെങ്കിലും പണങ്ങിയൊന്ന് വീട്ടിൽ പോവാത്തെ? നീ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നെങ്കിലേ എനിക്ക് ഒറ്റയ്ക്കൊന്ന് വിലസാമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പോവാത്തത്. അങ്ങനെ ഒറ്റയ്ക്ക് വിലസണ്ട. എനിക്ക് ഇടയായിട്ടൊന്ന് പോയാൽ എന്താന്ന് തോന്നിയിട്ടുണ്ട്. നേരോ? അതെന്തിനാ? ഞാൻ നിന്നെ വഴക്ക് പറയാറില്ല, തല്ലാറില്ല, 24 മണിക്കൂറും കൂടെ ഉണ്ട് താൻ. പക്ഷേ ബോധമില്ലല്ലോ. അതുകൊണ്ടാ എന്നെ കൊണ്ടൊരു ശല്യവും ഇല്ലാത്തത്. ഇവളത് പറഞ്ഞപ്പോഴാ കോശായ ഞായറാഴ്ചയായിട്ട് രാവിലെ അങ്ങനെ വെറുതെ ഇരുന്നാലും എങ്ങനെ? നമ്മുടെ അളിയൻ വരുമ്പോൾ വർത്താനം പറയുന്നത് ധൈര്യമുണ്ട്. വാ, എഴുന്നേറ്റ് വാ. ആ ചെല്ല്. നമ്മുടെ നാത്തൂന് ഏതായാലും ഇങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല. ആൻഡ്രൂസിന് ലിക്കറെന്ന് കേട്ടാലേ കലിയാ. അയ്യോ, അതുകൊണ്ട് എന്ത് ഗുണം? വല്ലപ്പോഴെങ്കിലും ഇത്തിരി കഴിച്ചിരുന്നെങ്കിൽ അങ്ങയുടെ ഈ ചണുങ്ങും സ്വഭാവത്തിന് ഒരു മാറ്റം വന്നേനെ. അല്ലാത്തവന്മാർ എന്തിനു കൊള്ളാം? കുടിക്കുകയും വേണം, വല്ലപ്പോഴും നമ്മൾ പെണ്ണുങ്ങൾക്ക് അല്പം ഒഴിച്ചു തരും വേണം. അല്ലേ ഷീലേ? ബേബി, നിനക്കെന്താടാ പെണ്ണുങ്ങൾ വർത്തമാനം പറയുന്നിടത്ത് കാര്യം? എന്നിട്ട് പുറത്തു പോ. ആ മോനെ, എഴുന്നേറ്റ് പോയി കളിക്ക്. ചെല്ലു മോനെ, അപ്പുറത്ത് പോയി അപ്പനെ എന്തെടുക്കാൻ നോക്കിക്കേ. ഞാൻ പറഞ്ഞത് നേരല്ലേ? ആണും പെണ്ണും ആയാൽ ഇടയ്ക്കൊക്കെ ഒരു സിനിമയ്ക്കൊക്കെ പോയി തിരിച്ചു വന്ന് 2 പേർക്ക് വിസ്കിയൊക്കെ കഴിച്ച് പലതും വയറു നിറച്ച് കഴിച്ചിട്ടൊക്കെ പോയി കിടന്നാൽ പിന്നെ ഒരു സുഖം തോന്നും. അതിന് പോരാ അവിടെ ഒരുത്തൻ അച്ഛന്മാരെ പോലെയാ വായിച്ചോണ്ടിരിക്കും. വെറുതെ അല്ല നിങ്ങൾ തമ്മിൽ ചേരാത്തത്. ഞാൻ ഇപ്പൊ പിണങ്ങി പോകുന്നതിന്റെ കഥ എന്താണെന്ന് അറിയാമോ? അത് അച്ഛനോട് പറയാൻ പറ്റുമോ? റോസ്ലിനെ എന്റെ ക്ലാസ്മേറ്റ് താരാനായർ വന്നു പറഞ്ഞില്ലേ? ഞാനും അവളും കൂടി ഉണ്ണുന്നതിന് മുമ്പ് ഈ 2 കുപ്പി ബീരങ്ങ് കുടിച്ചു. ഷീല എപ്പോ വന്നു? 10-10:30 രഞ്ജി എന്ത്? അകത്തുണ്ട്. പള്ളി പോക്കും പ്രാർത്ഥനയും തന്നെയാ. എന്നിട്ട് ബീർ കുടിച്ചിട്ട് താരാനായർ പോയി കഴിഞ്ഞിട്ട് ഞാനൊരു 2-3 മണിക്കൂർ ഉറങ്ങിക്കാണും. പുള്ളിക്കാരൻ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഞാൻ എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോ നിന്നെ കള്ളു നാറുന്നു എന്നും പറഞ്ഞോണ്ട് ഒരൊറ്റ ചാട്ടം. കണ്ണിന്റെ മണം പോലും പാർട്ടിക്ക് അറിയില്ല കേട്ടോ. എന്നിട്ട് എനിക്കങ്ങ് അരിശം വന്നു. ഞാനൊരു 1/2 ഗ്ലാസ് വിസ്കി എടുത്തങ്ങ് കഴിച്ചു. എവിടുന്ന്? അടുക്കളയിൽ അലമാറിയിൽ ഞാൻ എപ്പോഴും ശകലം കരുതിയിരിക്കും. എന്നിട്ട് ഞാൻ എന്റെ വായി തോന്നിയതൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പോഴാ ഒന്ന് അടങ്ങിയത്. പിന്നെ നേരം വെളുത്തപ്പോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ഒറ്റ പോക്ക് പോന്നു. സണ്ണിയോട് ഈ കഥ ഒന്നും പറഞ്ഞേക്കല്ലേ? കോശി എനിക്ക് ചിലപ്പോഴൊക്കെ ലേശം ഒഴിച്ചു തരാറുണ്ട്. ചിലപ്പോഴൊന്നല്ല കള്ളി. നിനക്കോ? ആദ്യമൊക്കെ നിർബന്ധിക്കുമായിരുന്നു. ഞാൻ കുടിക്കില്ല. ഇപ്പൊ ചോദിക്കാറില്ല. ഞാൻ കൂടി തുടങ്ങിയാൽ സണ്ണിയുടെ കാര്യം അത് കുറെ കൂടുതൽ തന്നെ. രാവിലെ തുടങ്ങിയാൽ ഉറങ്ങുന്നത് വരെയാ. വരുന്നുണ്ട്. എന്നെ ഇപ്പൊ കാണണ്ട. അളിയനാണെന്ന് തോന്നുന്നു. വാ. ആൻഡ്രൂസ് ഇരിക്കേ. ആശമോൾ ഇനി വന്നേ. വേണ്ട. ഇരിക്കാൻ ദിവസേ കുറച്ച് നല്ല ചായ ഇട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും കൊടുക്ക. ആനയോട് ഇങ്ങോട്ട് വരാൻ പറ. നിന്നെ വേറെ ഏതോ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാൻ പോകുന്ന മറ്റോ കേട്ടല്ലോ. മാറ്റിയേക്കാം. മന്ത്രിയെ കണ്ടു വല്ലതും പറയണോ? ആവശ്യമില്ല. എന്താ അളിയാ, സുഖം തന്നെ? അളിയൻ എന്തിനാ ഈ ആനയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? പറഞ്ഞയക്കുന്നതല്ലോ, ഇറങ്ങിപ്പോരുന്നല്ലേ. ആൻഡ്രൂസേ, ഒരു വീടായ ചെറിയ കലഹങ്ങളൊക്കെ സാധാരണമല്ലേ. സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ വേണ്ടേ? ഞാൻ ധാരാളം സഹിക്കാൻ ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനും ഒരു പരിധി ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാ. ഈ നാട്ടിൽ ഒരു സ്ത്രീക്ക് എടുക്കാവുന്ന സ്വാതന്ത്ര്യത്തിന് ഒരു അതിരുണ്ട്. ഇത് ലണ്ടനും പാരീസും ഒന്നും അല്ലല്ലോ. ഇഷ്ടത്തിന് കണ്ട തേവിടിച്ചുകളുടെ കൂടെ ഊരിവെച്ച് കിടക്കുന്നത് എനിക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണമല്ലോ. ഇത്രയും പണമൊന്നും ഇല്ലെങ്കിലും എനിക്കൊരു മാന്യതയൊക്കെ ഉണ്ട്. അവളവിടെ ആനി വിളിച്ചിട്ട് വരുന്നില്ല. ശീല പോയി വിളിക്ക. ചായ വേണ്ടല്ലോ. എല്ലാവരും ഉണ്ടല്ലോ. സന്തോഷമാ എല്ലാവരെയും കാണുന്നത്. അപ്പൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാടാ കൊണ്ടുവന്നേ? അവിടെ കിടന്ന് ബഹളം. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. കാണണ്ടേ?
കാണാൻ വന്നതാ. എന്നെ ആരും കാണാൻ വന്നില്ല. അതാരാ? ആനയുടെ മോളാ. ആ, വാ. ചെല്ലു മോളെ. ആ. ആനി, ആനി. എന്താ വല്യപ്പച്ച? ആ, ആനി, നിന്റെ മോള്. എല്ലാവരും ഇങ്ങോട്ട് നീങ്ങി നിന്നേ, കാണട്ടെ. എല്ലാവരെയും കാണുമ്പോഴാ സന്തോഷം. കോശിയുടെ പെണ്ണാ, പേര് മറന്നു. ഷീലയാ. ആ, എല്ലാരും എന്റെ മക്കളാ. കാണാൻ പറ്റിയല്ലോ. എല്ലാരെയും കണ്ടല്ലോ, ഇനി പോയി കിടക്ക. കൊണ്ടുപോടാ. പാപ്പിയുടെ മക്കളാ എല്ലാവരും. പാലക്കുന്നേ വീട്ടില് എത്ര പേരായിപ്പം. എല്ലാരും പാപ്പിയുടെ മക്കളാ. എല്ലാരും പാപ്പിയുടെ മക്കളാ. എന്തോ ഇങ്ങോട്ട് തിരക്ക് വന്നത്? വിളിച്ചിട്ടാ വന്നത്. ഞാൻ ഫോൺ ചെയ്തിട്ടില്ല അവൻ വന്നത്. എന്തിനാ എന്നെ ദ്രോഹിക്കുന്നതെന്ന് അച്ഛനൊന്ന് ചോദിക്കും. മറിച്ചാ സത്യം. ദ്രോഹം നീ എന്നോടാ ചെയ്യുന്നത്. ഞാൻ എന്താ ചെയ്തെന്ന്? അതൊക്കെ ഒന്ന് അറിയിക്കാൻ കൂടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓട്ടാൻഡ്രൂസേ, അവൾ ഉണ്ടായതൊക്കെ പറഞ്ഞു. കള്ളമേ പറയൂ. ആ വായി നിന്ന് വരെ ഒരു സത്യവും ഞാൻ കേട്ടിട്ടില്ല. പറയുന്നതെല്ലാം കള്ളമാണ്. ഇത് എവിടുന്ന് പഠിച്ചതോ? വളർത്തിയതിന്റെ ഗുണമാ. വളർത്തിയ കാര്യമൊന്നും നീ നോക്കണ്ട. കുറച്ചൊക്കെ അവിടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അങ്ങനെ കയറി ഭരിക്കാനൊന്നും വരണ്ട. വെറുതെ ഒന്നും അല്ല നിന്നെ കൊണ്ട് കെട്ടിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്ന കണ്ടാ കെട്ടിച്ചത്. എന്നിട്ട് എന്ത് പ്രയോജനം അളിയനെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായത്? എന്തിനെല്ലാം ശ്രമിച്ചു. ഞാൻ സത്യവിരുദ്ധമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് ഒന്നും നടന്നില്ല. ഓ, ഒരു സത്യസന്ധൻ. വേണമെങ്കിലൊക്കെ അളിയനെ കൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യിക്കാൻ പറ്റിയെന്ന് വരും. തോന്നുക. നിങ്ങളുടെ ഒരു കള്ളക്കളികൾക്കും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല. എന്ത് കളകളി? ബിസിനസ് ചെയ്യുന്ന കളകളിയാന്നു. അതൊന്നും പറഞ്ഞാണ്ടല്ലോ. എന്നെ അറിയാലോ. അറിയാം. ആ, പെങ്ങളെ കെട്ടിയവരാണെന്നും വിചാരിക്കത്തില്ല. തല്ലുമായിരിക്കും. ചിലപ്പോ കൊന്നൊന്നും വരും. മതി കോശിയ. ഇതൊരിക്കലും ശരിയാവും തോന്നുന്നില്ല. വരുന്നുണ്ടോ? ഇല്ല. വാ. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് വഞ്ചനയെ ഉപയോഗിച്ച. കറക്റ്റ്. നമ്മളൊക്കെ വഞ്ചിക്കപ്പെട്ടിരിക്കുക രാഘവ. അതെങ്ങനെ? അതെ രാഘവ, വഞ്ചിക്കപ്പെട്ടിരിക്കുക. ആ, ഒരു കണക്കിന് നേരാ. നമുക്ക് പ്രതികാരം ചോദിക്കണോടാ. ആരോട്? ആരോടെങ്കിലും ഒക്കെ ചോദിക്കണം പ്രതികാരം. വീട്ടിൽ കാത്തിരിക്കും ഉണ്ണാൻ ചെന്നില്ലെങ്കിൽ. അതൊന്നും ഇല്ലെന്നേ. ഇന്ന് അവിടെ എല്ലാരും കൂടിയിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്നിട്ട് ബോറ് തോന്നി. ഇപ്പൊ എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്തിനാ ഉപയോഗിച്ച? ആ, നിനക്കറിയാൻ വയ്യ. ഞങ്ങളുടെ വീട്ടിലെല്ലാരും കള്ളമേ പറയും. അത് കേട്ട് കേട്ട് എനിക്കിപ്പം കള്ളം ഏതാ സത്യം ഏതാന്ന് തിരിച്ചറിയാൻ വയ്യ രാഘവ. അത് നല്ല തമാശയാണല്ലോ. പകല് മുഴുവൻ കുഞ്ഞിനെ കണ്ടതേ ഇല്ലല്ലോ. അബ്രഹാമിന്റെ സന്തതിയാ. പൊക്കത്തിൽ നീണ്ടു വളർന്നു നിന്നതാ. വെട്ടിയിട്ടപ്പം പുറത്താ വീണത്. അവൻ തീരെ കുഞ്ഞായിരുന്നു. ദൈവം ചതിച്ചില്ല. അവൻ തീരെ കുഞ്ഞായിരുന്നു. നിനക്കൊന്നും കഴിക്കണ്ടേ? എല്ലാരും കഴിച്ചിട്ട് കിടന്നു. വാ, വല്ല വന്ന് കഴിക്ക്. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. എന്നാ കിടന്നു. ഞാനെല്ലാം എടുത്തു വെക്കാൻ പോവാ. പിന്നെ വിശക്കുന്നെന്നും പറഞ്ഞു എഴുന്നേറ്റ് വരരുത്. ഒന്നിങ്ങി വന്നേ.
ഒന്ന് പിടിച്ചേ.